ഇത് കണ്ടോ, ഒരു പച്ചച്ച് കായ്ച്ച് നിറഞ്ഞു കിടന്ന തെങ്ങ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചീഞ്ഞ് വട്ടം മറിഞ്ഞ് പോയിരിക്കണം. ഇതൊരു തെങ്ങല്ല, ഒരു കർഷകൻ്റെ 50 തെങ്ങ് വെച്ചാൽ 25 തെങ്ങും എങ്ങനെയായി പോകുന്നതാണ് കാണുന്നത്. ഇതിനകത്ത് ഈ ചെറുതായിട്ട് കാണുന്ന ഈ ഓട്ട വീണ ഭാഗമുണ്ടല്ലോ, ഇത് കൊമ്പൻ ചെല്ലി കയറി ഇരുന്നിട്ട് വരുന്ന പ്രത്യേക അസുഖമാണ്. അത് മുകളിലേക്ക് അതിൻ്റെ തലപ്പം നോക്കുമ്പോൾ നല്ല കായ്കളും പച്ചപ്പും ഒക്കെയുള്ള തെങ്ങാണ്, പക്ഷേ പെട്ടെന്ന് ചീഞ്ഞ് മറിഞ്ഞു വീഴുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അതിനെപ്പറ്റി സങ്കടകരമായ ഒരു വാർത്തയാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നമുക്കിത് എന്താ അസുഖം അറിയില്ല. അപ്പോൾ നമുക്ക് കൃഷി ഓഫീസറോട് തന്നെ ചോദിക്കാം കൂടുതൽ കാര്യങ്ങൾ. എന്താണെന്നും അതിൻ്റെ പേരെന്താണെന്നും അതിൻ്റെ എന്താണ് പോകുമ്പോഴേ എന്നുള്ള കാര്യം നമുക്കൊന്ന് ചോദിക്കാവേ. ഓക്കെ സാറേ, ഇത് എന്തായിരുന്നു ഇതിൻ്റെ അസുഖം? ഇത് ശരിക്കും റെഡ് പാം വീവൽ എന്ന് പറയുന്ന നമ്മളിവിടെ കോമൺ ആയിട്ട് ചെമ്പഞ്ചെല്ലി എന്ന് പറയും. 2 തരത്തിൽ ആണ് നമ്മൾ മെയിനായിട്ട് തെങ്ങിനെ ബാധിക്കുന്നത്. ഒന്ന് റൈനോസറസ് ബീറ്റിൽ, അതിനെ കൊമ്പൻചെല്ലി എന്ന് പറയും. അതായത് വലിയ വണ്ടാണ്, ബ്ലാക്ക് കളറിലിരിക്കുന്ന വലിയ വണ്ട്. മറ്റേത് റെഡ് പാം വീവൽ, ചുമന്നത് അറിയാം, പറന്ന് കിടക്കുന്ന കൊമ്പുണ്ടാ അതിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഈ തുളച്ചു വെച്ചിരിക്കുന്ന എല്ലാം അതിന്റെ പാടുകളാണ്. ചിലത് റൈനോസറസ് ബീറ്റിലെ നമുക്ക് അത്യാവശ്യം കൺട്രോൾ ചെയ്യാം. ഈ റെഡ് പാം വീവൽ വന്നാൽ ഇതിന്റെ അകത്ത് വന്ന് മുട്ടയിട്ട് ആ പുഴു ഇത് മൊത്തം തുളയ്ക്കും, ക്രൗൺ റീജിയൻ വരെ. ഇത് സംഭവം ഇതിന് തേങ്ങ മച്ചിനി ആയിട്ടുണ്ട്, അതാണ് ഈ വീണ് കിടക്കുന്നത്. അപ്പൊ മറിഞ്ഞ് വീണ് കഴിയുമ്പോഴേ ലാസ്റ്റ് സ്റ്റേജിലെ നമ്മളിത് അറിയത്തുള്ളൂ. സാധാരണ ബെസ്റ്റ് ആയിട്ട് ഇതിന് ഇമിഡാക്ലോപ്രിഡ് ആണ് നമ്മൾ പറയാറുള്ളത്. നമ്മൾ കൊടുത്ത ഒരു പ്ലോട്ടാണ്, പക്ഷെ അതിലും നിന്നില്ല. അപ്പൊ അവിടെ ഈ എല്ലാ തെങ്ങിന്റെ അകത്തും ഉണ്ട് സാധനം, ഗ്രബുണ്ട് ഇതില്. നമ്മളിത് പറഞ്ഞ പോലെ പ്രോപ്പറായിട്ട് ചേട്ടൻ ചെയ്യുന്നതാണ്. ഞാൻ ഇതിനു മുന്നേ ഈ ഫീൽഡിൽ വന്നു, ഇതേ അവസ്ഥയായിരുന്നു. സയന്റിസ്റ്റിനെയൊക്കെ കൊണ്ട് കാണിച്ചതാണ് കായംകുളം CPCRIന്ന്. പക്ഷെ ഒരു തരത്തിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരു പ്ലോട്ട് കൂടിയാണ്. പിന്നെ നാടൻ തെങ്ങുകൾ കുറച്ചുകൂടി ടോളറന്റ് ആണ് ഇതിന്, നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിന് ഹൈബ്രിഡ് ആയതുകൊണ്ടാണ് ഇതിന് പെട്ടെന്ന് കുറച്ചുകൂടി ഹൈബ്രിഡോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഡാർക്ക് വെറൈറ്റികളായിരിക്കാം. നാടനാണ് കുറച്ചുകൂടി ടോളറന്റ് ആയിട്ടുള്ളത്. നമുക്ക് ഇതിനകത്ത് ഇനിയിപ്പം ചില സ്പോട്ട് നമ്മുടെ പഞ്ചായത്തില് ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇത് ഐഡന്റിഫൈ ചെയ്തുള്ളൂ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇപ്പൊ കർഷകർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇതിനിപ്പം പ്രതിവിധിയായിട്ട് എന്തെങ്കിലും ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള നമുക്ക് ഇതിനെ പരിഹാരമായിട്ട് നമുക്ക് എന്താ ചെയ്യാനും പറ്റുന്നത്? പെസ്റ്റ് അറ്റാക്കിന് നിലവില് NCയിൽ വെക്കാൻ പറ്റില്ല. നാച്ചുറൽ കലാമിറ്റി എന്ന് പറയുന്നതിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം എന്ന് പറഞ്ഞ് ലഭിക്കാൻ ഉള്ളൂ. അതിനിപ്പം ഇൻസെക്ട് അല്ലെങ്കിൽ പെസ്റ്റ് അറ്റാക്കിന് ഇപ്പം നിലവിൽ അങ്ങനെ ഒരു ഇതില്ല. NC പ്രകൃതിക്ഷോഭം ഉണ്ടെങ്കിലേ നമ്മളിപ്പോൾ കൊടുക്കത്തുള്ളൂ. പിന്നെ ഇപ്പം ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും വൈൽഡ് അറ്റാക്കിന്റെ, അതിന്റെ ഇപ്പം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. അത് എയിംസ് ത്രൂവിലാണ് എന്തെങ്കിലും വന്നാലും നമ്മൾ അപേക്ഷിക്കേണ്ടത് കർഷകര് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇതിന് കിട്ടാൻ വേണ്ടിയിട്ട് അസിസ്റ്റൻസ്. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഇൻഷുറൻസ് സ്കീം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും പെസ്റ്റ് അറ്റാക്കിൽ കിട്ടുക കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, താങ്ക് യു മാഡം. ഓക്കെ. അപ്പൊ ഇത് നമ്മുടെ ഇവിടെ സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്ന കർഷകനാണ്, മാതിരിക്കര ജോസ് എന്ന് പറയും. ജോസിയുടെ കൃഷി സ്ഥലമാണിത്. വളരെ മനോഹരമായ സ്ഥലമാണ്. തെങ്ങും കമുകും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പെട്ടെന്നാണ് പല കുഞ്ഞുങ്ങൾക്കും ഈ തരത്തിലുള്ള അസുഖങ്ങളും കമുകിലും വേറെ ഈ പഴുക്കുന്ന രീതിയിലുള്ള അസുഖങ്ങളും ഒക്കെ ബാധിച്ചു തുടങ്ങിയത്. കർഷകരെ സംബന്ധിച്ച് ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജോസിയേട്ടനെ എപ്പോഴാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നതും ഇതിനെപ്പറ്റി ഇത് കണ്ടു തുടങ്ങിയത് എപ്പോഴാണ്? കണ്ടു തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3-4 വർഷമായി. 3-4 വർഷമായിരുന്നു. കൃഷിഭവനിൽ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അതിനകത്ത് നോക്കുകയും ചെയ്തു. നോക്കിയിട്ട് അതിന് ആദ്യപടി എന്നുള്ള രീതിയിൽ ജോസിയേട്ടൻ എന്നാ ചെയ്തത്? എന്നോട് പറഞ്ഞ എന്റെ അത് തുളച്ചിട്ട് ഗുളിക വെക്കാൻ പറഞ്ഞു. ഗുളിക വെച്ച് മോളിൽ ഇടാനുണ്ടാകുന്നു ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ മുഴുവൻ രവിസിൽ വെച്ച് അങ്ങ് പോവുക. അപ്പൊ നമ്മുടെ കർഷകരെ സംബന്ധിച്ച് ഇത് വളരെ ബുദ്ധിമുട്ടാണ്. ഈ പറയുന്ന പോലെ കൃഷി 40 തെങ്ങ് വെച്ചതില് എല്ലാം തന്നെ പകുതിയോളം പോയി, പിന്നെ രണ്ടാമത് വെച്ചേക്കും അതിനകത്ത്. കർഷകർ ഇത് അഭിമുഖീകരിക്കുന്ന വളരെ വലിയൊരു പ്രശ്നമാണ്. പക്ഷെ ഇത് ഹൈബ്രിഡ് വെറൈറ്റിയിലായതുകൊണ്ടാണ് ഇതിന് കൂടുതൽ ഇത്തരം പ്രശ്നങ്ങൾ വന്നതെന്നാണ് കൃഷി ഓഫീസറിന്റെ അഭിപ്രായത്തിൽ പറയുന്നത്. കുറച്ചുകൂടെ നാടൻ തൈകളായിരുന്നെങ്കിൽ ഇത്രയും ഇതിനെ അറ്റാക്ക് ചെയ്യില്ലായിരുന്നു. അപ്പോൾ
പറയുന്ന പോലെ ആളുകൾ ശ്രദ്ധിക്കുക. തുടക്കം തന്നെ നമ്മൾ ശ്രദ്ധിച്ചാലും എങ്ങനെ ഇതിനെ തിരിച്ചറിയാൻ പറ്റും കൃഷിയൊക്കെ? നമ്മള് പറഞ്ഞില്ലേ അദ്ദേഹം 24 hours ഈ പ്ലോട്ടിലുള്ള ഒരാളാ. എപ്പോഴും ഈ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് ചെയ്യുന്നതാണ്. കോമൺ ആയിട്ടുള്ള ഇഷ്യൂസ് വിളിച്ചു ചോദിക്കുകയും ഞാനിപ്പോ എത്ര 3-4 തവണയും കണ്ട ഈ പ്ലോട്ടില് വരുന്നത് തന്നെ. ഒക്ടോബറിലാണ് വന്ന് ജോയിൻ ചെയ്തത്. ഈ പ്ലോട്ടിൽ തന്നെ എനിക്ക് 4-5 തവണ വരേണ്ടി വന്നിട്ടുണ്ട്. സോ അപ്പൊ എനിക്കറിയാം ചേട്ടൻ എത്രത്തോളം ഈ എഫോർട്ട് ഇടുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ നോക്കുന്ന ഒരു പ്ലോട്ടില് നമുക്ക് വിഷമമുണ്ട് സത്യം പറഞ്ഞ. നമുക്ക് ആദ്യം തുളകളായിട്ടാണ്, ചെറിയ തുടകളായിട്ടാണ് അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ചില ഇതില് ഞാൻ പറഞ്ഞ പോലെ പിന്നെ ചീയല്, പിന്നെ വരുന്ന ഡിസീസ് ആയിരിക്കും അറ്റാക്ക്. ചീഞ്ഞ് ഇതിന്റെ ട്രങ്ക് ചീയലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും അൺകൺട്രോളബിൾ ആയിട്ട് വരുന്ന ഒരു പ്ലോട്ട് ഞാൻ കണ്ടേക്കുന്നു. ആദ്യമായിട്ട് തന്നെ കർഷകർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും രീതിയിൽ പറ്റത്തില്ല. ഇതിന് ഏതെങ്കിലും രീതിയിൽ ചെറിയ പുഴുവായിട്ട് ട്രങ്കിലൂടെ തുളച്ച് മണ്ടയിലോട്ട് കയറുമ്പോ കണ്ടോ, അദ്ദേഹം മറിഞ്ഞു വീഴുമ്പോഴാണ് നമ്മൾ അറിയാം. ഇത് നോക്കൂ, കായുള്ള കാഴ്ച കിടക്കുന്ന തെങ്ങാണ്. വിചാരിക്കും കുഴപ്പമില്ല, സംഭവം ഹെൽത്തി ആണ്, ഇത് പ്രൊഡ്യൂസ് ചെയ്തോളൂ എന്ന് വിചാരിക്കും. പക്ഷെ ഇത് മറിഞ്ഞു വീണ് അതിന്റെ അകത്ത് ഒന്നുമില്ല. നമുക്ക് അവസ്ഥയിലാണ്. ട്രങ്ക് മൊത്തം അങ്ങനെയാണ്. ഇത് അതിന്റെ കൈസേകുന്ന ഇതാണ്. ഇത് ഫീൽഡിൽ ഈ സാധനം ഇട്ടോണ്ടിരുന്നാലും ബാധിക്കും. കെറോസിൻ ഒഴിച്ച് നശിപ്പിച്ച് കളയാന്നാണ് ഒരു പറയുന്നത്. പക്ഷെ ഇത് അത്യാവശ്യം എല്ലാം തന്നെ അഫക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു കർഷകന്റെ പറമ്പാണിത്. പക്ഷെ ഇതിനകത്ത് വന്ന കർഷകന് പോലും അറിയാൻ പോകാൻ പറ്റുന്ന ലാസ്റ്റ് സ്റ്റേജിലാണ്. അതാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഈ കാണുന്ന തെങ്ങുകളെല്ലാം 7 വർഷത്തോളം പരിപാലിച്ച് ഇത്രയും നല്ല അവസ്ഥയിൽ കൊണ്ടുവന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം ചീഞ്ഞ അവസ്ഥയിലാണ്. ഇതിനടി എല്ലാം ചീഞ്ഞിട്ട് ഇപ്പോൾ മറിഞ്ഞു പോകുന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ ചെമ്പഞ്ചല്ലി എന്ന് പറയുന്ന അസുഖം 3-4 വർഷം തന്നെ തിരിച്ചറിഞ്ഞതാണ്. പക്ഷേ ഇതിനെ നിയന്ത്രിക്കാൻ ഒരു തരത്തിലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനി ഇത് വന്നു കഴിഞ്ഞാൽ ഇതിനെ നശിപ്പിച്ച് കളയുക എന്നുള്ള മാത്രമേ അതൊരു പോംവഴിയായിട്ടുള്ളൂ. മറ്റു തെങ്ങുകളെ കുറ്റിയും അയൽപക്കത്തുള്ള പറമ്പിലേക്കും ഇത് വ്യാപിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് വൺസ് ഇത് ബാധിച്ച തെങ്ങുകളെ നിശേഷം നശിപ്പിച്ച് കളയുക. എല്ലാവരും പരമാവധി ശ്രദ്ധിക്കുക കേട്ടോ. താങ്ക് യു.